ചൈനീസ് ഭക്ഷണത്തിലെ പുതിയ രുചിഭേദങ്ങളുമായി ചിയാങ് പ്രവർത്തനം ആരംഭിച്ചു. മാധവ് ഫാർമസി ജംഗ്ഷനിലാണ് പുതിയ AC റെസ്റ്റോറന്റ്. ചൈനീസ് ഭക്ഷണ രുചിഭേദങ്ങൾ ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തേതും ഇപ്പോൾ കേരള ജനതയ്ക്ക് പ്രിയപ്പെട്ടതുമായ ചിയാങ് എന്ന ചൈനീസ് റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖ മാധവ് ഫാർമസി ജംഗ്ഷനിലുള്ള അതേ ബിൽഡിംഗിൽ താഴത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ബിൽഡിംഗ് കുറെ കൂടി പുതുമയേറിയതാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ടോമി ഡെനംജിനോട് പറഞ്ഞു. ഞങ്ങളുടെയാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ റെസ്റ്റോറന്റ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റാണ്. പിന്നെ ഇപ്പൊ താഴ്ത്തി തുടങ്ങാൻ കാരണം മുകളിൽ ഒന്നാം നിലയിലായിട്ട് തരുന്നതാണ്. അപ്പോൾ ആൾക്കാരുടെ സൗകര്യപ്രകാരം ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അത് അല്ല, ഇവിടെ ഞങ്ങൾ കുറച്ച് പുതിയ വിഭവങ്ങൾ കൂടി താഴത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ വിഭവങ്ങൾ കുറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വന്ന് അത് ഒരു സസ്പെൻസിലാണത്. 33 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്ഥാപനം അനേകം പുതിയ വിഭവങ്ങളുമായിട്ടാണ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ചൈനീസ് ഭക്ഷണത്തിലെ പുതിയ രുചിഭേദങ്ങളുമായി ചിയാങ് പ്രവർത്തനം ആരംഭിച്ചു. മാധവ് ഫാർമസി ജംഗ്ഷനിലാണ് പുതിയ AC റെസ്റ്റോറന്റ്. ചൈനീസ് ഭക്ഷണ രുചിഭേദങ്ങൾ ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തേതും ഇപ്പോൾ കേരള ജനതയ്ക്ക് പ്രിയപ്പെട്ടതുമായ ചിയാങ് എന്ന ചൈനീസ് റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖ മാധവ് ഫാർമസി ജംഗ്ഷനിലുള്ള അതേ ബിൽഡിംഗിൽ താഴത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ബിൽഡിംഗ് കുറെ കൂടി പുതുമയേറിയതാണെന്ന് മാനേജിംഗ് ഡയറക്ടർ ടോമി ഡെനംജിനോട് പറഞ്ഞു. ഞങ്ങളുടെയാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ റെസ്റ്റോറന്റ്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറന്റാണ്. പിന്നെ ഇപ്പൊ താഴ്ത്തി തുടങ്ങാൻ കാരണം മുകളിൽ ഒന്നാം നിലയിലായിട്ട് തരുന്നതാണ്. അപ്പോൾ ആൾക്കാരുടെ സൗകര്യപ്രകാരം ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അത് അല്ല, ഇവിടെ ഞങ്ങൾ കുറച്ച് പുതിയ വിഭവങ്ങൾ കൂടി താഴത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ വിഭവങ്ങൾ കുറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വന്ന് അത് ഒരു സസ്പെൻസിലാണത്. 33 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ സ്ഥാപനം അനേകം പുതിയ വിഭവങ്ങളുമായിട്ടാണ് രംഗപ്രവേശം